കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ രൂക്ഷമായ വിമർശനവുമായി കമൽ ഹാസൻ. ഒരു ഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് തമിഴർ. ഭാഷ വെച്ച് കളിക്കാൻ നിൽക്കരുത്. തമിഴർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോലും ഏതു ഭാഷയാണ് അവർക്ക് വേണ്ടതെന്ന് അറിയാം. അത് തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ടെന്നും കമൽഹാസൻ പറഞ്ഞു. മാതൃഭാഷ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ തമിഴ് ജനത നേരിടുന്ന വെല്ലുവിളികളും കമൽഹാസൻ പരാമർശിച്ചു. ഭാഷാപരമായ സ്വയംഭരണത്തിനായുള്ള തമിഴ്നാടിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കമൽഹാസന്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം നടന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ തമിഴ്നാട് നടത്തിയിട്ടുള്ള ചരിത്രപരമായ പോരാട്ടങ്ങളെയും അദ്ദേഹം അനുസ്മരിച്ചു. ഭാഷാ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുതെന്ന മുന്നറിയിപ്പും കമൽ നൽകി. തന്റെ രാഷ്ട്രീയ ജീവിതത്തിനെതിരായ വിമർശനങ്ങളിലും കമൽഹാസൻ മറുപടി നൽകിയിട്ടുണ്ട്. പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്നാണ് വിമർശകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. വളരെ വൈകിയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അതിലെനിക്ക് വലിയ നഷ്ടബോധം തോന്നുന്നുണ്ട്. 20 വർഷം മുമ്പ് ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ എന്റെ പ്രസംഗവും നിലപാടുകളെല്ലാം മറ്റൊന്നായിരിക്കുമെന്നും കമൽഹാസൻ കൂട്ടിച്ചേർത്തു. മക്കൾ നീതിമയ്യത്തിന്റെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള സൂചനയും കമൽ നൽകി. ഈ വർഷം പാർട്ടിയുടെ ശബ്ദം പാർലമെന്റിൽ കേൾക്കുമെന്നും അടുത്ത വർഷം അത് സംസ്ഥാന നിയമസഭയിലും മുഴങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനും തന്റെ പ്രവർത്തകർക്ക് കമൽഹാസൻ നിർദ്ദേശം നൽകി. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.